അപ്പോൾ ഈ ചൈനയുമായി ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചൈനയായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ പല ട്രേഡേഴ്സും ചിലപ്പോൾ അതിൽ സ്കാം നടക്കുന്നതുണ്ട്, കുറവാണ് പക്ഷെ എങ്കിലും സ്കാം ഉണ്ട്. പല ആൾക്കാരും പേയ്മെൻറ്റ് ചെയ്ത് ചിലപ്പോൾ ആദ്യം സാമ്പിളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരും. നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയേ വരത്തുള്ളൂ. പിന്നെ അത് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്ത് അങ്ങനെ കുറേ നമ്മുടെ ക്വാളിറ്റി വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ്റ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടി ആയിട്ട് നമുക്കത് പ്രൊഡക്റ്റ് എന്തായാലും എത്തിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ ഒരാളുണ്ടാവുന്നത് എപ്പോഴും നമുക്ക് സേഫാണ്. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചില കുറവാണ്, പക്ഷെ എന്നാലും ചില സപ്ലൈസ് പേയ്മെൻറ്റ് ചെയ്ത് ചിലപ്പോൾ റീപ്ലൈ വന്നില്ല എന്നുള്ള ഒരുപാട് എൻക്വയറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഏജൻറ്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഷിഹാദ് അവിടെ നിരവധി തവണ പോവുകയും അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ സെറ്റിൽ ആവാൻ പോവുകയാണ്, ഫാമിലി ആയിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവാൻ പോവുകയാണ്. ഇപ്പോൾ അതാണ് പ്ലാനിങ് ഫാമിലി ആയിട്ട് അവിടെ. ഞാനും നിരവധി ചൈനീസ് ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ 2 ദിവസം മുമ്പാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് പോയി തിരിച്ചു വന്നത്. ഞങ്ങളൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ചർച്ച ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, അവർ ഇൻഡോ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ നമ്മളെ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും. നമ്മൾ ചിലപ്പോൾ നമ്മളൊരു രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ അത്ര സൗഹൃദത്തിലായിരിക്കണമെന്നില്ല, പക്ഷെ അവർ നമുക്കൊരു റെസ്പെക്റ്റ് തരുന്നുണ്ട്. അത് ചൈനീസ് ആൾക്കാർ പൊതുവേ വളരെ ഫ്രണ്ട്ലി ആണോ? അതെ, ചൈനീസ് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളും ആണ്.